ഇറാനിലെ പ്രതിഷേധക്കാർക്കെതിരെയുള്ള ക്രൂരമായ അടിച്ചമർത്തലുകൾക്ക് പിന്നാലെ നിർണായക നീക്കവുമായി യൂറോപ്യൻ യൂണിയൻ. ഇറാന്റെ കരുത്തുറ്റ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ യൂറോപ്യൻ യൂണിയൻ ഔദ്യോഗികമായി ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചു. മനുഷ്യാവകാശ ലംഘനങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ ഇറാൻ ഭരണകൂടത്തിന് മേൽ സമ്മർദ്ദം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി. ഇറാന്റെ റവല്യൂഷണറി ഗാർഡിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച യൂറോപ്യൻ യൂണിയൻ മനുഷ്യാവകാശ ലംഘനങ്ങൾ വെച്ചുപൊറുപ്പിക്കില്ലെന്ന് EU വിദേശകാര്യ മേധാവികൾ വ്യക്തമാക്കി. ഇറാനിൽ നടക്കുന്ന ആഭ്യന്തര പ്രതിഷേധങ്ങളെ ചോരയിൽ മുക്കിക്കൊല്ലാൻ ശ്രമിക്കുന്ന റവല്യൂഷണറി ഗാർഡിന്റെ നടപടികളാണ് യൂറോപ്യൻ രാജ്യങ്ങളെ പ്രകോപിപ്പിച്ചത്. സംഘടനയെ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയതോടെ യൂറോപ്പിലെ ഇവരുടെ ആസ്തികൾ മരവിപ്പിക്കുകയും സംഘടനയുമായി ബന്ധമുള്ള വ്യക്തികൾക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്യും. പ്രതിഷേധക്കാരെ ലക്ഷ്യം വെച്ചുള്ള കൊലപാതകങ്ങൾ, തടങ്കലിൽ വെക്കൽ, പീഡനങ്ങൾ എന്നിവയിൽ റവല്യൂഷണറി ഗാർഡിന് നേരിട്ട് പങ്കുണ്ടെന്ന് യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യ സമിതി കണ്ടെത്തി. നേരത്തെ അമേരിക്കയും ഇസ്രായേലും ഈ സംഘടനയെ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇറാനിലെ സായുധ സേനയുടെ ഏറ്റവും വലിയ വിഭാഗമായ IRGC-ക്കെതിരെയുള്ള ഈ നീക്കം മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതിനെതിരെ കടുത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കൈന ന്യൂസ്.